ശ്രീലേഖയെ BJP ചതിച്ചോ? എന്തങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, മേയറാക്കിയില്ല, മേയർ സ്ഥാനാർത്ഥിയാണെന്ന് ആദ്യം പറഞ്ഞിരുന്നതാണല്ലോ. ആര് പറഞ്ഞു? അല്ല, മേയർ സ്ഥാനാർത്ഥി എന്ന പേരിലാണല്ലോ അവരെ മത്സരിപ്പിച്ചത്. ആര്? മാധ്യമങ്ങളിലെല്ലാം പറഞ്ഞത്. മാധ്യമങ്ങളിൽ പറഞ്ഞു. അതല്ലാതെ BJP ഔദ്യോഗികമായി മേയർ തിരുവനന്തപുരത്ത് ശ്രീലേഖയാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരിടത്തും ആരും ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവും പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ നിൽക്കുന്ന ഈ ആളുകളുടെ ഒരു സ്റ്റേച്ചർ അത് പ്രധാനമാണ്. ആ കൂട്ടത്തിൽ എല്ലാവരും രാഷ്ട്രീയക്കാരും ഒക്കെയാണ്. ശ്രീലേഖ മാത്രം സംസ്ഥാന പോലീസിലെ ആദ്യത്തെ വനിതാ DGP ആയിരുന്ന ഒരാൾ. അത്രയും ഒരു പേഴ്സണാലിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റഫുള്ള ഒരു സ്ഥാനാർത്ഥി വരുന്നു, മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തരായി വരുന്നു. അപ്പോൾ നമ്മൾ നോക്കും, നമ്മുടെ കേന്ദ്രമന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ, അല്ലെങ്കിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, രണ്ടുപേരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. നേരെ വന്നു രാജ്യസഭാംഗങ്ങളായി, മന്ത്രിമാരായി, ക്യാബിനറ്റ് മന്ത്രിമാരായി, പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിമാരായി. അത് നന്നായി പെർഫോം ചെയ്യുന്നു. അങ്ങനെ വേണമെങ്കിൽ ഒരു ലാറ്ററൽ എൻട്രി ആവുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശ്രീലേഖയ്ക്ക് സ്വാഭാവികമായും മേയറാകാനുള്ള സർവ്വയോഗ്യതകളുണ്ട്. എനിക്ക് ശ്രീമതി ശ്രീലേഖയെ ഒരു 4 നൂറ്റാണ്ടായിട്ട് അറിയാം. ഞാൻ കൊച്ചിയിൽ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് അവർ കൊച്ചിയിലില്ല എന്നെൻ്റെ ഓർമ്മ. പിന്നെ ഞാൻ അവരെ ആദ്യമായി പരിചയപ്പെടുന്നവർ കൊച്ചിയിൽ CBIയുടെ SP ആയിരിക്കുമ്പോഴാണ്. അവരെഴുതിയ ഒരു പുസ്തകം, അതിൻ്റെ കവിതാസമാഹാരമാണോ കഥാസമാഹാരമാണോ എന്നുള്ള ഞാൻ മറന്നുപോയി, മനസ്സിലെ മാരിവില്ലോ എന്ന് പറയുന്നൊരു പുസ്തകത്തിൻ്റെ ആദ്യത്തെ കോപ്പി കിട്ടിയ ഒരാൾ ഞാനാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിവസം വൈകിട്ട് എൻ്റെ MG റോഡിലുള്ള ഓഫീസിൽ ആ കോപ്പി എനിക്ക് എത്തിച്ചു തന്നു. ശ്രീലേഖ മാഡം താഴെ കാറിലിരുന്നു, അവരുടെ ഗൺമാൻ എനിക്ക് കൊണ്ടു തന്നു. ഞാൻ താഴെ പോയി അവരെ കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നത്. അതേക്കുറിച്ച് പത്രത്തിൽ ഒരു വലിയ 5 കോളത്തിലുള്ള വാർത്ത, ഇങ്ങനെ കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറുടെ പുസ്തകം വരുന്നു എന്നുള്ള വാർത്ത വന്നു. പിന്നെ ഒരുപാട് കാലം പിന്നെ ഞാൻ ഓർക്കുന്നത് പിന്നെ ഇവിടുന്ന് CBIയിലേക്ക് അവർ പോയതും ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഞാനത് പറയുന്നില്ല. കേരള പോലീസ് വിട്ട് CBI പോയി, വീണ്ടും CBIയിലേക്ക് തിരിച്ചു വന്നു. കേരള പോലീസിലേക്ക് CBI വിട്ട് തിരിച്ചു വന്ന് പിന്നെ ഞാൻ അവരുമായിട്ട് എനിക്ക് വീണ്ടും ഒരു നിരന്തര സമ്പർക്കം ഉണ്ടാകുന്നത് എറണാകുളത്ത് മധ്യമേഖല DIG, ഇപ്പോൾ IG ആണ്, നേരത്തെ സെൻട്രൽ സോൺ DIG ആയിരുന്നു, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്നത്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ നല്ല അടുപ്പമായിരുന്നു, നിരന്തരം കാണാറുണ്ടായിരുന്നു, മിക്കവാറും കാണും, സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കും. ആ സമയത്ത് കേരളത്തിൽ പ്രമാദമായ ഒരു കൊലക്കേസുണ്ടായി. കോട്ടയത്ത് ഏറ്റുമാനൂരുള്ള പ്രവീൺ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ അന്ന് മലപ്പുറത്ത് DYSP ആയിരുന്ന ഷാജി ഒരു നൊട്ടോറിയസ് പോലീസുകാരനായിരുന്നു. അയാളെ പണ്ട് പെണ്ണ് കേസിൽ പിടിച്ചിട്ട് നാട്ടുകാർ കെട്ടിയിട്ട് കട്ടിലോടെ കെട്ടിയിട്ടു. അപ്പോൾ കയറ് വരിഞ്ഞ കട്ടിലായിരുന്നു. കെട്ടിയിട്ട് നാട്ടുകാർ പോയപ്പോൾ ഇയാൾ ആ കെട്ടിയിട്ട കട്ടിലിൽ നിന്ന് കാല് കുത്തി എണീറ്റോടി. ഇങ്ങനെയൊക്കെയുള്ള കുപ്രസിദ്ധനായ, ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കഴിയാണ്. ഈ പോലീസ് ഓഫീസറുടെ ബസ്സിലെ ഡ്രൈവറായിരുന്നു പ്രവീൺ എന്നുള്ള ചെറുപ്പക്കാരൻ. അയാളുടെ 2ാമത്തെ ഭാര്യയുമായിട്ട് മറ്റോ ഈ പ്രവീണിന് അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ച് ഈ പ്രവീണിനെ 2005 ഫെബ്രുവരി 15 കേസ്. പ്രവീണിനെ ഷാജി കൊലപ്പെടുത്തി. ഷാജിയും പ്രിയൻ്റെ പേരുള്ള വേറൊരാൾ വിളിച്ചത് പ്രിയൻ എന്നാണ് പേര്. ആ പ്രിയൻ 2021 കോവിഡ് ബാധിച്ച് സെൻട്രൽ ജയിലിൽ വെച്ച് മരിച്ചുപോയി. 2ാം പ്രതിയായിരുന്നു. ഇവർ രണ്ടുപേരുടെ കൊലപ്പെടുത്തി ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പലയിടത്തായി മുറിച്ചിട്ട് കുമരകത്ത് കൊണ്ട് കളഞ്ഞു. ബാക്കി ശരീരഭാഗങ്ങൾ ഇവിടെ കൊച്ചിയിൽ BPCL കായലിൻ്റെ അവിടെ കളഞ്ഞു. കൊല്ലാൻ ഉപയോഗിച്ച കത്തി വൈക്കത്തിന് അടുത്ത് വെച്ചൂരെന്ന് പറയുന്ന സ്ഥലത്ത് കളഞ്ഞു. ഇങ്ങനെ ഒരു പോലീസിലെ ഒരു DYSP ഒരു നേരിട്ട് കൊലപാതകം നടത്തിയൊരു കേസുണ്ടായിരുന്നു. അന്ന് സെൻട്രൽ സോൺ DIG ശ്രീലേഖയാണ്. ഞാനന്ന് കണ്ടിട്ടുണ്ട്. സാധാരണ ഒരു പോലീസുകാരൊക്കെ പ്രതികളാവുന്ന കേസൊക്കെ വരുമ്പോൾ അതിൽ അവർക്ക് അനുഭാവപൂർവമായ ഒരു നിലപാടെടുക്കുന്ന നയം പൊതുവിൽ കാണാറുണ്ട്. പക്ഷേ അന്ന് വളരെ ടഫ് ഓഫീസറായിട്ട് നിന്ന് ശ്രീലേഖ എടുത്ത നിലപാട് കൊണ്ടാണ് ഒരു സാധു കുടുംബത്തിന് നീതി കിട്ടിയത്. അങ്ങനെ വിട്ടുവീഴ്ചയില്ലാതെ നിന്നിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് പ്രവീൺ കേസിനെക്കുറിച്ച് ആളുകൾ മറന്നുപോയി കാണണം, ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു വനിത ഇങ്ങനെ ഒരു അത്യുന്നതമായ പോലീസ് പദവിയിൽ ലോ ആൻഡ് ഓർഡർ നോക്കി എത്തുമ്പോൾ അതിൽ കണിശമായി കടുകിട വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ച ഒരു ബെസ്റ്റ് ഓഫീസറായിരുന്നു ശ്രീലേഖ. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് ചിലപ്പോൾ കരുണയുണ്ടാവും. അപ്പോൾ കാരുണ്യം ചിലരോടൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പിന്നീട് അവർ അങ്ങനെ കാരുണ്യം കാണിച്ച ചില സംഭവങ്ങളൊക്കെ അവർ സ്വയം പറഞ്ഞിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനലിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിയമമാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. അപ്പോൾ ഒരു മികച്ച പോലീസ് ഓഫീസറാണ് ശ്രീലേഖ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം. അവരുടെ ഹസ്ബൻഡ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഡോക്ടർ സേതു അദ്ദേഹവും എൻ്റെ സുഹൃത്താണ്.
അങ്ങനെ വലിയ അടുപ്പമുള്ള ഞാൻ ഒരു മേയറാവുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം. കാരണം നമ്മുടെ ഒരു വളരെ സൗഹൃദ വലയത്തിലുള്ള ആൾ മേയറായി വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ടാകും. പക്ഷേ ഇതിപ്പോൾ തിരുവനന്തപുരത്ത് അവർ മേയറാണെന്ന് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ഇപ്പോൾ കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞത്, പക്ഷേ അങ്ങനെ മുദ്രാവാക്യം പാർട്ടിക്കാരാണ് വിളിച്ചത്. പക്ഷേ BJP അങ്ങനെ മുദ്രാവാക്യം വിളിച്ചില്ല. പക്ഷേ മേയറാകാൻ എന്തുകൊണ്ടും യോഗ്യയായിട്ടുള്ള ഒരാളാണ് ശ്രീലേഖ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീലേഖയിലൂടെ തിരുവനന്തപുരം പിടിക്കാൻ വേണ്ടി ശ്രീലേഖയെ കൂടി ഒരു മുഖമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ മാപ്പറകൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ. ശ്രീലേഖ സ്ഥാനാർത്ഥിയായപ്പോൾ ശ്രീലേഖയെ തോൽപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പണിയെടുത്തവരാണ്. അതിനുശേഷമാണ് ശ്രീലേഖയെ ആക്കിയില്ല എന്നുള്ള ഒരു വിലാപകാവ്യവുമായി ഈ മാധ്യമങ്ങൾ വരുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് ശ്രീലേഖ മേയറാവുക എന്നുള്ളതല്ല അവരുടെ അജണ്ട. അതിൻ്റെ പേരിൽ BJPയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ശ്രീലേഖയെ ഞാൻ പറഞ്ഞ പോലെ അവർ വളരെ ക്ലീൻ ഇമേജുള്ള ഒരു ടഫായുള്ള ഓഫീസർ. അതുകൊണ്ട് തന്നെ ഈ ഒരു വനിതാ മേലുദ്യോഗസ്ഥ വരുമ്പോൾ പോലീസിൽ ഒരുപാട് ഈ പുരുഷ മേധാവിത്വമുള്ള ഒരു സേന തന്നെയാണ് പോലീസ്. ഒരു വനിതാ ഓഫീസർ, അത് DIG ആവട്ടെ, SP ആവട്ടെ, IG ആവട്ടെ, DGP ആയാൽ പോലും അവരെ പറയുന്ന കാര്യങ്ങളെ അങ്ങനെ ഉൾക്കൊള്ളാൻ തയ്യാറാത്തൊരു മെയിൽ ഷോവനിസം പോലീസ് സേനയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില വൈഷമ്യങ്ങളൊക്കെ സർവീസിലിരിക്കുമ്പോൾ ശ്രീലേഖ നേരിട്ടിട്ടുണ്ട്. പോലീസിലുള്ള ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനോ, ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആ കാലത്ത് ചില വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത്. പക്ഷേ അതിനെയൊക്കെ അവർ മനസാന്നിധ്യം കൊണ്ട് ഒരു ടഫ് കോപ്പാണ് താൻ, വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധയായ ഒരു അഴിമതിയാരോണം ശ്രീലേഖയുടെ പേരിലുണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ B സന്ധ്യയെക്കുറിച്ച് എന്തൊക്കെ കേൾക്കുന്നു. B സന്ധ്യ എടുത്ത നിലപാടിന് വിരുദ്ധമായി ജയിലിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയായിരിക്കും ജയിലിൽ ചെല്ലുമ്പോൾ ശ്രീലേഖറിയാം ദിലീപിൻ്റെ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് കൃത്യമായി വിവരങ്ങൾ പോലീസുകാർക്കറിയാമല്ലോ. ആ കേസിൻ്റെ ഫാക്ട്സും ഒക്കെ അറിയാവുന്നതുകൊണ്ട് അവർ ദിലീപിനെ വെറും തറയിൽ കിടക്കുന്ന ദിലീപിനെ കണ്ടിട്ട് കിടക്കയും തലേണയും കൊടുക്കാൻ പറഞ്ഞു എന്ന് അവർ തന്നെ പറഞ്ഞ് വിവാദമായിട്ടുണ്ട്. അവർ തന്നെയാണ് പറഞ്ഞത്, വേറെ ആരുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള, അങ്ങനെ അവർക്കെന്ത് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ എക്കാലത്ത് കൊടുത്തിട്ടുള്ള കേരളത്തിലെ സർവ്വസമ്മതയായിട്ടുള്ള എന്താ അവർക്ക് വലിയ അലിഗേഷൻ വന്നിട്ടുള്ളത്? ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു സത്യസന്ധയായ ഒരു നല്ല ഒരു ക്രെഡിറ്റ് സ്കോറുള്ള ഒരു പോലീസ് ഓഫീസറാണ് ശ്രീലേഖ. അപ്പോൾ അവർ മേയറാവും നല്ലതാണ്. മേയറാവാൻ പക്ഷേ അവിടുത്തെ 50 കൗൺസിലർമാർക്കും യോഗ്യതയുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ നമുക്കറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഒരു ഗവർണറൊക്കെ ആയിരുന്ന ആൾ, പേരെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ നിരന്തര ഓർമ്മയിൽ, സ്മരണയിൽ, സംസാരത്തിൽ വരുന്നൊരു പേരായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ BJPയുടെ അധ്യക്ഷനായിട്ട് വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള നിതിൻ നബീൻ നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? പക്ഷേ BJPയിൽ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ശ്രീലേഖ എക്കാലത്തും BJPയുടെ തീരുമാനങ്ങൾ അങ്ങനെയാണ്. ഞാനിപ്പോൾ നോക്കുന്നത് ശ്രീലേഖ ഒരുപക്ഷെ ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളും ധരിക്കും, നമ്മളായിരിക്കും ചിലപ്പോൾ ഒരു തോന്നൽ വരാം. അത് സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. കാരണം അവർ പോലീസ് സേനയിലിരുന്ന് എത്രയോ പരുക്കൻ യാഥാർത്ഥ്യങ്ങളൊക്കെ നേരിട്ട ഉന്നത മനസാന്നിധ്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്തരം വിഷമങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ BJP ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ BJPയിലേക്ക് ശ്രീലേഖയെ കൊണ്ടുവന്നിട്ട് ഒരു കൗൺസിലറോ ഒരു മേയറോ മാത്രം ആക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശ്രീലേഖയ്ക്ക് അങ്ങനെ ഒരു ദുഃഖം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേയർ ആകാത്തത് കൊണ്ട് ദുഃഖം ഉണ്ടാകും. കാരണം അവർ ജീവിതത്തിൽ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ജീവിതത്തിൽ വിജയിച്ച ആളാണ്. സിവിൽ സർവീസ് നേടി വലിയ പൊസിഷനിലിരുന്നു. കേരളം ഇപ്പോഴും ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു മേയർ ആയില്ല എന്ന് പറഞ്ഞ് ദുഃഖം ഉണ്ടാവാനുള്ള സാധ്യത. ഒരു കൗൺസിലറായിട്ട് തന്നെ ഇരിക്കുമോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കാരണം ശ്രീലേഖയ്ക്ക് വേണ്ടി പാർട്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും അത് ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സ്പെക്കുലേറ്റീവ് സ്റ്റോറികൾ എന്താ മാധ്യമങ്ങൾ ചെയ്യാത്തത്? ശ്രീലേഖയ്ക്ക് എന്തെങ്കിലും വേറെ ഓഫർ വന്നിട്ടുണ്ടോ, എന്തായിരിക്കും എന്നുള്ള ഓഫറിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല. കാരണം ശ്രീലേഖ ഇങ്ങനെ വൃണതയായി നിൽക്കുകയാണെന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം. BJPയിൽ കുഴപ്പമുണ്ടാകും എന്ന് കരുതണം. BJPയിൽ ശ്രീലേഖ എങ്ങാനും രാജിവെക്കുമോ എന്ന് കരുതണം. ഞാൻ കരുതുന്നത് ഇപ്പോൾ ശബരിനാഥ് ഈ വെറും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെറും കൗൺസിലറായിട്ട് തുടരും എന്ന് ഇപ്പോൾ ഞാൻ കരുതുന്നുണ്ടോ? അടുത്ത പ്രാവശ്യം അസംബ്ലിയിലേക്ക് മത്സരിക്കും. അപ്പോൾ ഒരു കൗൺസിലർ സീറ്റ് കുറവ് വരും. ജയിച്ചാൽ കുറവ് വരും. അതുപോലെ ശ്രീലേഖയ്ക്കും അടുത്ത നിയമസഭയിലേക്ക് മത്സരിച്ചുകൂടാഴികയൊന്നുമില്ല. സീറ്റൊക്കെ പരിഗണിക്കാവുന്ന അവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കേരളത്തിൽ BJPക്ക് ജയിക്കാവുന്ന 12 സീറ്റുകൾ ഉറപ്പായിട്ട് ജയിക്കാവുന്നുണ്ട്. അത്രയും തന്നെ സീറ്റുകൾ രണ്ടാം സ്ഥാനത്ത് BJP നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയാമല്ലോ, പാലക്കാട് ഈ ശ്രീധരൻ മത്സരിക്കുമ്പോൾ BJPക്ക് വലിയ തോതിൽ ഗണ്യമായ വോട്ട് വർധനയുണ്ടായി. അതുപോലെ നല്ല ഇമേജുള്ള, ക്ലീൻ ഇമേജുള്ള ആളുകളൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും. എന്തായാലും ശ്രീലേഖ വെറും ഒരു കൗൺസിലറോ വെറും ഒരു മേയറോ ആയി ഒതുങ്ങേണ്ട ആളല്ല കേരളത്തിൽ. അവരെ സംബന്ധിച്ച് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് സമൂഹത്തിന് വേണ്ടി നിൽക്കാൻ, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ
അവർക്ക് വേണ്ടി നിലപാടെടുക്കാൻ ഞാൻ ഓർക്കുന്നുണ്ടേ. ഞാനിത് പറയാൻ പോകുന്ന എനിക്കറിയില്ല. ശ്രീലേഖ മാഡത്തിൻ്റെ പെർമിഷനോടുകൂടി പെർമിഷൻ ഞാൻ ഇതിൽ ചോദിക്കുകയാണ്. അതായത് കേരളത്തിലെ പ്രമുഖയായ ഒരു നടിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം. ആ നടി എന്നിട്ട് DIGയുടെ ഓഫീസിലേക്ക് പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വളരെ രഹസ്യമായി ചെന്നു. പക്ഷേ എൻ്റെ ഫോട്ടോഗ്രാഫർ ആ പരിസരത്ത് അയാൾ ക്ലിക്ക് ചെയ്തു, ഫോട്ടോ എടുത്തിട്ട് അപ്പം ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വളരെ പ്രൈവറ്റായിട്ടൊരു പരാതി കൊടുക്കാൻ ചെന്നതാണ്. അപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് അപ്പം ഇത് പോലീസുകാരെ ശ്രദ്ധപ്പെട്ടു, DIGയെ ശ്രദ്ധപ്പെടുത്തി. അപ്പോൾ DIG പോലീസ് ഫോട്ടോഗ്രാഫറെ വിളിച്ചു. ദിലീപ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറായിരുന്നു, എറണാകുളത്തുകാർക്ക് അറിയാം. ദിലീപിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദിലീപിനെ കാർഡ് തരണമെന്ന് പറഞ്ഞു, ആ ഫോട്ടോ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വേണമെങ്കിൽ ബലമായി പിടിച്ച് ആ കാർഡ് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ശ്രീലേഖ അന്ന് ചെയ്തതെന്താണെന്നറിയോ? ദിലീപിനെ വിളിച്ച് അവരുടെ ചേംബറിലേക്ക് ഇരിക്കെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുല്ലേ ഞാൻ ഈ വിളിച്ചിട്ടുണ്ട്. നോക്കൂ, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. കാരണം അത് ഒരു വളരെ സ്വകാര്യമായി വന്നിരിക്കുന്ന കാര്യമാണ്. ഈ ഫോട്ടോ പുറത്ത് വന്നാലും മോശമാണ്, അവർ പ്രൈവറ്റായിട്ട് എന്നെ കണ്ട് പരാതി തരാൻ വന്നതാണ്, അത് വാർത്തയാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ആ കാർഡ് വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്യിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യം ഒരു പോലീസ് ഓഫീസർക്ക് ഒരു DIGയുടെ പോസ്റ്റിലിരിക്കുന്ന ആൾക്കുണ്ടോ? ഇല്ല. അപ്പം ജെനുവിനായിട്ട് ആ പെൺകുട്ടിയെ, ആ നടിയുടെ പേര് ഞാൻ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ പ്രൈവസി സംരക്ഷിക്കുക, അതേസമയം മാധ്യമപ്രവർത്തകൻ്റെ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുക, അത് വിത്ത് പെർമിഷൻ അയാളുടെ മേലിലുള്ള ഒരാളോട് പറഞ്ഞ് ക്ലിയറൻസ് വാങ്ങിയിട്ട് ചെയ്യുക എന്നൊരു മര്യാദയില്ലേ? അപ്പോൾ രണ്ടിടത്തും ബാലൻസ് ചെയ്ത്, ഇങ്ങനെ ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രീലേഖയ്ക്ക് എക്കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ അവർക്ക് ശത്രുക്കളില്ലാത്തത്. അങ്ങനെയുള്ള ആളെ ഒരു കൗൺസിലറായിട്ടോ ഒരു മേയറാക്കോ ആയിട്ടോ ഒരു നഗരത്തിൽ ഒതുക്കിയല്ല കണ്ടത്. ഇപ്പം നമ്മൾ നോക്കൂ, ഇപ്പം കിരൺ ബേഡി ഈ പറഞ്ഞ പോലെ വന്നിട്ടുണ്ടല്ലേ? അതെ, കിരൺ ബേഡി കുറേ കഴിഞ്ഞപ്പോൾ ഫെയിലിയറായിപ്പോയി. പക്ഷെ അവരുടെയൊക്കെ ക്യാൻവാസ് വലുതാണ്. ഇപ്പോൾ ശ്രീലേഖയെക്കുറിച്ച് ഞാൻ പറയുന്നത്, ശ്രീലേഖയെ സംബന്ധിച്ച് അവസരങ്ങളുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. BJPക്ക് ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിയുന്ന DGPമാരിപ്പം BJPക്ക് ഇല്ലെങ്കിൽ പോലും സംഘ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന സെൻകുമാർ സാറുണ്ട്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളാണ്. പിന്നെ ആരാണ്? ജേക്കബ് തോമസ് സാറുണ്ട്. അദ്ദേഹം BJPയിലല്ല, BJP സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ഇപ്പോൾ RSSൻ്റെ പരിപാടിയിലാണ് നിൽക്കുന്നത്. ശ്രീലേഖ പക്ഷേ BJP ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് അവസരങ്ങളുണ്ടാവും. ശ്രീലേഖയ്ക്ക് വലിയൊരു പദവി ഒരു 100 ദിവസത്തിനകം വന്നു ചേരുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് BJP ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഒരു വലിയ ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു നഗരത്തിൻ്റെ മാത്രം ചുമതലയുള്ള പദവിയിലിരിക്കാതെ ഇവരുടെ എക്സ്പെർട്ടൈസ് അല്ലേ, അവരുടെ നോളജ്, അവരുടെ നിയമപരമായുള്ള പാണ്ഡിത്യം. ഞാൻ ചോദിക്കട്ടെ, വെറുതെ വൈൽഡ് കേസാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിട്ട് ആ ശ്രീലേഖ വന്നാൽ കുഴപ്പമുണ്ടാവും? വളരെ നല്ലതായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെ എന്തെല്ലാം ആലോചിക്കാനുണ്ടാവും അല്ലേ? അപ്പോൾ അതൊന്നുമില്ല. ആ ശ്രീലേഖയെ BJPക്ക് കിട്ടിയ ഒരു സ്വത്താണ്. ആ സ്വത്തിനെ നന്നായി പരിപാലിക്കാൻ അറിയാവുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഈ ചതിച്ചോ വഞ്ചിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ശ്രീലേഖ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്നതിനേക്കാളും വലിയ യശസ്സുള്ള ഒരാളായി മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ മാത്രമാണ് ആരാണ് തിരുവനന്തപുരത്ത് മേയറെന്ന് പറഞ്ഞ് ഗോളടിക്കാൻ നോക്കാതിരുന്നത്. പ്രേക്ഷകരെ ഉണ്ടാക്കാൻ വേണ്ടി രാജേഷാകും ശ്രീലേഖയാകും എന്നുള്ള വേറെ സ്റ്റോറികളും നമ്മൾ ചെയ്തത്. അത് BJP തീരുമാനിക്കും, BJPക്ക് അറിയാം ആരാവണം എന്നുള്ളത് എന്ന തരത്തിലാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയുന്നു, BJPയുടെ ഒരു സ്വഭാവം അനുസരിച്ച് BJP ഒരാളെയും വഴി കളയില്ല. അവരോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും കരുതലോടെ കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ്. ചതിച്ചോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ശ്രീലേഖ വീണ്ടും ഞാൻ പറയുന്നു, അടുത്ത 100 ദിവസത്തിനുള്ളിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് കാത്തിരിക്കാം.